നമസ്കാരം. ഞാൻ അഭിലാഷ് നാരായണൻ, കൊല്ലം. ശ്രീരാമ സാഗരത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ജനകപുത്രിമാരെ വിവാഹം കഴിച്ച് ശ്രീരാമചന്ദ്ര ഭഗവാനും സഹോദരന്മാരും അയോധ്യയിൽ എത്തിച്ചേർന്നു. സസുഖം അവർ അയോധ്യയിൽ ആനന്ദത്തോടു കൂടി വാണ് അരുളുന്ന സമയം ദശരഥ മഹാരാജാവിന് രാമനോടുള്ള സ്നേഹാധിക്യം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രായാധിക്യമൊക്കെ കണക്കാക്കിക്കൊണ്ട് അടുത്ത രാജാഭിഷേകത്തിന് വേണ്ടി രാജാവാൻ വേണ്ടി യുവരാജാവായി ശ്രീരാമചന്ദ്ര ഭഗവാനെ അഭിഷേകം ചെയ്യുവാൻ വേണ്ടി ദശരഥൻ ആഗ്രഹിച്ചു. ഗുരുനാഥന്മാരോടും മന്ത്രിപ്രവരന്മാരോടുമൊക്കെ ചർച്ച ചെയ്തു. ദശരഥൻ്റെ തീരുമാനം എല്ലാവർക്കും വളരെ ഉചിതമായി തോന്നി. ഏറ്റവും നല്ല ശ്രേഷ്ഠ ഗുണങ്ങളോടുകൂടിയ രാമനെ പോലെയുള്ള ഒരാൾ ഭരണാധികാരിയായി വരുന്നതിൽ സർവർക്കും സ്വീകാര്യത തന്നെ അനുഭവപ്പെട്ടു. ആ നിലയിലുള്ള അഭിപ്രായങ്ങളൊക്കെ ഉണ്ടായ സമയത്ത് ദശരഥൻ നേരിട്ട് ശ്രീരാമചന്ദ്ര ഭഗവാനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിനോട് തന്നെ ഈ കാര്യങ്ങൾ അറിയിച്ചു. തൊട്ടടുത്ത ദിനത്തിൽ തന്നെ ഇവിടെ അയോധ്യയുടെ യുവരാജാവായി അഭിഷേകം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ അറിയിച്ചു. പിതാവിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് സന്തോഷത്തോടു കൂടി രാമൻ അന്തപുരത്തിലേക്കെത്തി സീതാദേവിയോടും കൗസല്യയോടും ലക്ഷ്മണനോടും ഈ വിവരങ്ങളൊക്കെ ധരിപ്പിച്ചു. ഈ വിവരങ്ങൾ ഇതേ സമയത്ത് തന്നെ ദശരഥൻ്റെ മറ്റൊരു പത്നിയായ കൈകേയിയുടെ തോഴിയായ മന്ധര കൈകേയിയുടെ അടുത്ത് ചെന്നിട്ട് അറിയിച്ചു. കൈകേയി, നീ അറിഞ്ഞില്ലേ വൃത്താന്തങ്ങൾ? എന്താണ് തോഴി എന്ന് ചോദിച്ച സമയത്ത് പറയുന്നത്, ഇതാ രാമനെ യുവരാജാവാക്കാൻ പോകുന്നു. കൈകേയി പറഞ്ഞു, അത് നല്ലതല്ലേ? കാരണം രാമൻ എനിക്കും പുത്രനാണ്, ഭരതൻ മാത്രമല്ല, ഭരതൻ്റെ ജ്യേഷ്ഠനും കൂടിയാണ്. കൗസല്യ ജന്മം കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ കൗസല്യേക്കാൾ രാമന് പ്രിയപ്പെട്ടതും അതുപോലെ എനിക്ക് പ്രിയപ്പെട്ടതുമാണ് രാമൻ എന്നൊക്കെയാണ് കൈകേയി തിരിച്ചു പറഞ്ഞത്. പക്ഷേ മന്ധര ഇതൊന്നും കൊണ്ട് വിടാൻ തയ്യാറായില്ല. മന്ധര തൻ്റെ വളഞ്ഞ ബുദ്ധി കൊണ്ട് വക്രബുദ്ധി കൊണ്ട് കൈകേയിയുടെ മനസ്സിനെ മതിക്കാൻ തുടങ്ങി. കൈകേയിയോട് പറഞ്ഞു, രാമൻ അധികാരത്തിൽ വരുന്നതോടുകൂടി പട്ടമഹിഷിയായിട്ടുള്ള സ്ഥാനം, മഹാരാജ്ഞി എന്നുള്ള സ്ഥാനത്തേക്ക് കൗസല്യ എത്തപ്പെടും. നിൻ്റെ മകനായിട്ടുള്ള ഭരതൻ കേവലം രാമൻ്റെ കീഴിലുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന വ്യക്തിയായി മാറ്റപ്പെടും. ഒരിക്കലും ഭരതനൊരു രാജാധികാരം ലഭിക്കാതെ വരുമ്പോൾ നിൻ്റെ അവസ്ഥ, നിനക്കൊരിക്കലും മഹാരാജ്ഞി എന്നുള്ള സ്ഥാനത്ത് അലങ്കൃതമായി ഇരിക്കാൻ സാധിക്കാതെ നീ കൗസല്യയ്ക്ക് കീഴിൽ പണിയെടുക്കുന്ന ഒരു ദാസിയെപ്പോലെ ആയിത്തീരും. ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് കൈകേയിയുടെ മനസ്സിനെ ഇളക്കാൻ തുടങ്ങി. അതുകൊണ്ട് എന്തു വേണം? പണ്ട് ദശരഥ മഹാരാജാവ് ഒരു യുദ്ധത്തിന് പോകുന്ന സമയത്ത് നിന്നെ ഒപ്പം കൂട്ടിയിരുന്നല്ലോ കൈകേയി. അന്ന് ആ യുദ്ധത്തിൽ വെച്ച് ആ രഥചക്രത്തിൻ്റെ കീലകം ഇളകിപ്പോയപ്പോൾ ആ രഥം അറിയാതിരിക്കാൻ വേണ്ടി നീ നിൻ്റെ വിരൽ കൊണ്ട് ആ ദ്വാരം അടച്ചു പിടിച്ച് വളരെ സാഹസികമായി നീ അദ്ദേഹത്തെ യുദ്ധത്തിൽ രക്ഷപ്പെടാൻ സഹായിച്ചില്ലേ? അന്ന് നിനക്ക് 2 വരം തരാമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുവല്ലോ. ആ വരം നീ ഇപ്പോൾ ചോദിക്കണം എന്ന് തുടങ്ങിയിട്ടുള്ള ആവശ്യങ്ങളാണ് മന്ധര കൈകേയിയുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ആ സമയത്ത് കൈകേയി ആദ്യമൊക്കെ ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷേ മന്ധരയുടെ കുടിലതന്ത്രങ്ങൾ അവിടെ കൈകേയിയെ സ്വാധീനിക്കാൻ തുടങ്ങി. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, എത്ര നല്ല ബുദ്ധി ഉണ്ടായാലും എത്ര നല്ല ചിന്തയുണ്ടായാലും ദുർജനങ്ങളുമായുള്ള സംസർഗം അവർ നമ്മളെ വഴിതെറ്റിക്കുന്നത് വളരെ വളരെ എളുപ്പത്തിൽ വഴിതെറ്റിച്ച് പതുക്കെ പതുക്കെ അവർ നമ്മളെ അവരുടെ ദിശയിലേക്ക് കൊണ്ടുപോകും. കൈകേയിക്കും അങ്ങനെ ഒരു പദഭ്രംശം ഉണ്ടായി. കൈകേയി ഒടുവിൽ സ്വാർത്ഥമതിയായി മാറി. അതുകൊണ്ട് തന്നെ കൈകേയി ഈ മന്ധര പറഞ്ഞത് അതിനനുസരിച്ച് നീങ്ങാൻ തയ്യാറാവുകയാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് എങ്ങനെയാണ് പരിഹാരം? 2 വരം തരാമെന്ന് പറഞ്ഞതിനകത്ത് ഒരു വരം എന്തായിരിക്കണം? ഭരതനെ രാജാവാക്കണം എന്നുള്ളത് വേണം ചോദിക്കാൻ. രണ്ടാമത്തെ വരം എന്തായിരിക്കണം? രണ്ടാമത്തെ വരം, അതായത് ശ്രീരാമചന്ദ്ര ഭഗവാൻ ഭരതനെ രാജാവാക്കുക മാത്രമല്ല 14 വർഷം വനത്തിലേക്ക് പോകണം. അങ്ങനെ 14 വർഷം വനത്തിൽ താമസിക്കുകയും വേണം. ഈ കാര്യങ്ങൾ വരമായി ദശരഥനോട് ചോദിച്ചാവശ്യപ്പെടാനാണ് അവിടെ മന്ധര കൈകേയിയെ നിർബന്ധിച്ചത്. ഇപ്രകാരം കൈകേയി അതിന് തയ്യാറെടുത്തു. അന്തപുരത്തിലേക്ക് കടന്നു വരുന്ന ദശരഥനോട് അവിടെ കൈകേയി ആവശ്യപ്പെടുന്നത്
ഇത്തരത്തിലുള്ള വരയാചനയാണ്. ദശരഥൻ കാണുന്നത് തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളായിട്ടുള്ള കൈകേയി. 3 പത്നിമാരിലും ദശരഥ ഒരു അമിതമായ മമത കൈകേയിയിലുണ്ട്. അതീവ സുന്ദരിയാണ്, അതുപോലെ തന്നെ വളരെയധികം സമർത്ഥയാണ്. അങ്ങനെയുള്ളൊരു മാനസികമായ അടുപ്പം, ഒരു മമതാധിക്യം ദശരഥന് കൈകേയിയിലുണ്ട്. അപ്രകാരമുള്ള കൈകേയി വെറും നിലത്ത് കിടന്ന് ഉരുളുകയും മുടിയഴിച്ചിട്ടുകൊണ്ട് ഒരു ഭ്രാന്തിയെപ്പോലെ വിലപിക്കുകയൊക്കെ ചെയ്യുന്ന കണ്ട് ദശരഥൻ്റെ ചങ്ക് തകർന്നുപോയി. ദശരഥൻ ഓടിച്ചെന്ന് ചോദിച്ചു, എന്തുകൊണ്ടാണ് ഈ ഒരു ദുഃഖത്തിന് കാരണം? എന്തു തന്നെയായാലും ഞാൻ പരിഹരിച്ചു കൊള്ളാം, നിനക്ക് എന്നോട് പറയാമല്ലോ. നിനക്ക് ഇങ്ങനെ ഒരു ദുഃഖം ഉണ്ടാകുമ്പോൾ നോക്കിയിരിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. അത്ര കണ്ട് സ്നേഹം എനിക്ക് നിന്നോടുണ്ടെന്നുള്ള സ്നേഹത്തിൻ്റെ അന്ധമായ ആഴിയിലേക്ക്, അഗാധമായ സ്നേഹം. നമുക്കറിയാം, അധികമായാൽ അമൃതും വിഷം എന്ന് പറയുന്ന അതിൻ്റെ ഒരു മറ്റൊരു വ്യാഖ്യാനം ഇവിടെ നമുക്ക് ചേർക്കാൻ സാധിക്കും. ദശരഥന് കൈകേയിയോടുള്ള അമിതമായ സ്നേഹമാണ് ദശരഥൻ ഈ കുഴിയിലേക്ക് വലിച്ചിടുന്നത്. അതുകൊണ്ട് ദശരഥൻ പറഞ്ഞു, നിന്റെ ഏതാഗ്രഹവും ഞാൻ സാധിച്ചു നൽകാം എന്ന് പറയുമ്പോഴാണ് കൈകേയി പറയുന്നത്, എനിക്ക് അങ്ങ് നൽകാമെന്ന് പറഞ്ഞ വരം അത് അങ്ങ് എനിക്കിപ്പോൾ നൽകണം. എന്താണ് വരം ആയി നൽകേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്ത് പറയുകയാണ്, അങ്ങ് നൽകാമെന്ന് പറഞ്ഞ വരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരതനെ രാജാവാക്കണം, അതുപോലെ ശ്രീരാമനെ 14 വർഷം വനത്തിലേക്ക് കയറണം. ഇത് കേൾക്കാനുള്ള ത്രാണിയില്ലാതെ ദശരഥൻ നിലത്തേക്ക് തളർന്നു വീഴുകയാണ്. രാമ രാമ, ഞാൻ എന്തായി കേൾക്കുന്നത്, എനിക്ക് താങ്ങാനാവുന്നില്ലല്ലോ എന്നുള്ള വേദനയോടുകൂടി വീഴുക. ഇതൊന്നും കൈകേയിയുടെ മനസ്സിനെ അലട്ടുന്നില്ല. ഇവിടെയാണ് ദശരഥന് പറ്റിയ ഒരു അബദ്ധം നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കാതിരിക്കാൻ ഉള്ളൊരു പാഠം കൂടി ഇവിടെ നമ്മൾ പഠിക്കണം. എന്താ കാരണം? ദശരഥൻ ഈ വരം കൊടുക്കാമെന്ന് പറഞ്ഞ സമയത്ത് വാഗ്ദാനം ചെയ്ത് ഉറപ്പിച്ചു വെക്കാതെ അന്നേ അങ്ങ് കൊടുത്തിരുന്നു എങ്കിൽ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു ആവശ്യം പോലും അവിടെ ഉന്നയിക്കില്ലായിരുന്നു. വേറെ എന്തെങ്കിലുമൊക്കെ ആവശ്യം അവിടെ ഉന്നയിച്ചാൽ. കാരണം എന്താ? അന്ന് ഭരതൻ ജനിച്ചിട്ടില്ല, അന്ന് ശ്രീരാമൻ ജനിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരമുള്ള പുത്രസ്നേഹം കൊണ്ടുള്ള അന്ധതയിലേക്കാണ്ട് കൈകേയി വരം ചോദിക്കില്ല. മന്ദര ഇങ്ങനൊരു പ്രേരണ നടത്തില്ലായിരുന്നു. അപ്പം മറ്റേതെങ്കിലും കാര്യങ്ങളിലൂടെ അത് മാറുമായിരുന്നു. നേരെ മറിച്ച് വാഗ്ദാനം കൊടുത്ത് ആ വാഗ്ദാനം അവിടെ ഇട്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ജീവിതത്തിൽ എന്തെങ്കിലും ആർക്കെങ്കിലും കൊടുക്കണമെന്ന് തോന്നി അന്നേരം കൊടുത്തേക്കുക. അല്ലെങ്കിൽ അത് ഇന്നതാണ് കൊടുക്കുന്നതെന്ന് നേരത്തെ പറഞ്ഞേക്കുക. അല്ലാതെ എന്ത് ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞാൽ ചില അവസരങ്ങൾ മുതലെടുത്തുകൊണ്ട് ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് പലപ്പോഴും അത് കൊടുക്കാൻ സാധിക്കാതെ വരും. അല്ലെങ്കിൽ ആ കൊടുക്കൽ ചിലപ്പോൾ നമ്മുടെ തന്നെ നാശത്തിന് കാരണമായി തീരും. ചോദിക്കുന്നവൻ അവൻ്റെ മാനസികാവസ്ഥയ്ക്കനുസരിച്ച്, അവൻ്റെ ആ മനസ്സിൻ്റെ ആർത്തിക്കനുസരിച്ച് അവൻ ചോദിക്കും. ഇവിടെയും കൈകേയി ചെയ്ത അതാണ്. ദശരഥന് താങ്ങാൻ സാധിച്ച ദശരഥൻ തളർന്ന് നിലത്ത് വീഴുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മളെ എത്തിക്കുന്നത് പലപ്പോഴും വിവേകബോധമില്ലാതെ അങ്ങനെയുള്ള വരങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നുള്ള. ഇവിടെ പിന്നെ മന്ദര ചെയ്ത് തെറ്റോ ശരിയോ എന്ന് നമ്മൾ ചിന്തിച്ചാൽ ഒരർത്ഥത്തിൽ മന്ദര ചെയ്തത് ശരിയാണ്. കാരണം മന്ദരയെ കൈകേയി വിവാഹം കഴിച്ച് അയക്കുന്ന സമയത്ത് കേകയ രാജാവ് അവിടെ ദശരഥനോടൊപ്പം കൈകേയിയോടൊപ്പം അവിടേക്ക് തോഴിയായി കൂടെ അയച്ചതാണ്. അന്ന് തന്നെ ഈ കേകയ രാജാവിന് ദശരഥനൊരു ഉറപ്പ് കൊടുത്തിരുന്നു. കാരണം കൈകേയിയുടെ സൗന്ദര്യം കണ്ട് ഭ്രമിച്ചപ്പോൾ ആ സൗന്ദര്യധാമമായ കൈകേയിയെ സ്വന്തമാക്കാൻ വേണ്ടി ചിന്തിച്ച സമയത്ത് വിവേകബോധം നഷ്ടപ്പെട്ടു. ഇതെല്ലാ മനുഷ്യനും ഉണ്ടാകുന്നതാണ്. പലപ്പോഴും ബാഹ്യമായ സൗന്ദര്യം കണ്ട് ഭ്രമിക്കുമ്പോൾ വരായികളെക്കുറിച്ച് ഓർക്കാതെ വാക്കൊക്കെ കൊടുക്കും. ആ വാക്കൊക്കെ കൊടുത്ത അവസാന സമയത്ത് ഈ സൗന്ദര്യത്തിൻ്റെ പുറമേയുള്ള സൗന്ദര്യം അകമേയുള്ള പ്രവർത്തികളിൽ ഇല്ല എന്ന് കാണുമ്പോഴാണ് ഈ കൊടുത്ത വാക്കുകൾ ഒരു അഗ്നിശാപം പോലെ തിരിച്ചു വന്ന് പതിക്കുന്നത്. ഇവിടെ കേകയ രാജാവിന് കൊടുത്ത വാക്കെന്താ? കേകയ രാജാവ് പറഞ്ഞിരുന്നു, എൻ്റെ സഹോദരിയെ ഞാൻ വിവാഹം കഴിച്ചയക്കാം, പക്ഷേ അവൾ രാജകുമാരിയാണ്. അപ്പോൾ രാജകുമാരി എന്നുള്ള നിലയിൽ ഭാവിയിൽ അവൾക്ക് ജനിക്കുന്ന കുഞ്ഞിന് രാജാവകാശം കിട്ടണം എന്ന് അന്നേ ഒരു വാക്ക് ചോദിച്ചിരുന്നു. ദശരഥ ഉറപ്പുകൊടുത്തു. കാരണം അന്ന് ദശരഥന് പുത്രന്മാരും ഇല്ലായിരുന്നു. പക്ഷേ പുത്രന്മാരുണ്ടായി. അത് വളർന്നിങ്ങനെ വരുമ്പോൾ രാമനോടുള്ള സ്നേഹം ഒരു വശത്ത് കൂടി നിൽക്കുമ്പോൾ ഈ കൈകേയിയുടെ പുത്രനായ ഭരതൻ രാജാധികാരം കൊടുക്കാതിരിക്കുന്ന സാഹചര്യം സംജാതമാകുന്നൊന്നും ദശരഥൻ അന്ന് ചിന്തിച്ചിരുന്നില്ല. പക്ഷേ ഇവിടെയാണ് മന്ദര തന്നെ എന്ത് ദൗത്യം ഏൽപ്പിച്ചാണോ കേകയ രാജാവ് അവിടെ കൈകേയിയോടൊപ്പം അയച്ചത് അത് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അവിടെ ഭരതനെ രാജാവാക്കുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് കൈകേയിക്ക് രാജാധികാരത്തിൻ്റെ ഭാഗം നിർണയിച്ചു കൊടുക്കുക എന്നുള്ള. അപ്പോൾ ഒരർത്ഥത്തിൽ ദശരഥൻ്റെ വിവേകപൂർണമായ അവസ്ഥ കൈവിട്ട് അവിവേക തലത്തിലേക്ക് എത്തപ്പെട്ടതിൻ്റെ പരിണിത ഫലമാണ്. ഒന്ന് കൈകേയിക്ക് കൊടുത്ത വരദാനവും, 2 കേകയ രാജാവിന് ഈ അമിതമായ ഭ്രമം കൊണ്ട് കേകയ രാജാവിന് കൊടുത്ത വാക്കും. അപ്പോൾ വാക്ക് കൊടുക്കുമ്പോഴും ചില വാഗ്ദാനം കൊടുക്കുമ്പോഴും എത്ര കണ്ട് സൂക്ഷിക്കണം എന്നതിന് വളരെ കൃത്യമായ ഒരു പാഠം, ഒരു ഗൃഹപാഠമാണ് ഈ സന്ദർഭത്തിലൂടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം.